ഇത്രയും കാലം ഇന്ത്യയിലെ ജനങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മന്ത്രിന്റെയും മസ്ജിദിന്റെയും പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കുന്ന ഒരു കേന്ദ്ര ഭരണകൂടത്തിനെതിരെ ഇന്ത്യയിലെ യുവാക്കൾ ഒന്നടങ്കം ഒന്നിച്ചു നിന്ന് പോരാടുന്നത് വലിയ പ്രത്യാശയോടുകൂടി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നോക്കി കാണേണ്ടത്. പ്രതിപക്ഷ നേതാവിനെ തന്നെ നിലത്ത് വലിച്ചഴിച്ചു കൊണ്ടുവന്ന കൺട്രിയിലാണ് നമ്മളുള്ളത്. അപ്പോഴേ സിസ്റ്റം എപ്പോഴോ ബ്രോക്കായി കഴിഞ്ഞു, ഇപ്പോഴൊന്നും അല്ല, എപ്പോഴോ ബ്രോക്കായി. ഇവിടുന്ന് ഇനി എല്ലാം തീയായി പടരാൻ പോണേ ഉള്ളൂ. ഇനി ഇവിടുന്ന് നമ്മുടെ ജനറേഷൻ മാറ്റിമറക്കുന്നതായിരിക്കും അടുത്ത ജനറേഷൻ വരെ. ഇത്രയും ക്രൂരമായിട്ട് സ്റ്റുഡൻസിനെ അറ്റാക്ക് ചെയ്യാൻ മാത്രം വാട്ട് ഡിഡ് വി എവർ ഡു? നമ്മൾ ആകെ ചോദിച്ചത് വാസ് അക്കൗണ്ടബിലിറ്റി. ആകെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, എവിടെയാണ് പേപ്പർ പോയത്? ഇത്രയും തവണ പേപ്പർ ലീക്ക് ആയിട്ട് കഴിഞ്ഞ 10 വർഷം 45 പേപ്പർ ലീക്സ് ഇസ് ദ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്രയും തവണ പേപ്പർ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ why did nobody ask a question? Like, ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ why are you so brutally attacking students? മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നതിനുള്ള കാരണം ഇത് ഒരു വട്ടമല്ല നമ്മളെ രാജ്യത്ത് നടക്കുന്നത്. ഈ ഒരു എക്സാം മാത്രമല്ല ചോർന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് നീറ്റ് ആയിക്കോട്ടെ, ജെഇ ആയിക്കോട്ടെ, CUET ആയിക്കോട്ടെ, ഏത് NTA നടത്തുന്ന എക്സാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം വർഷങ്ങളായി ഇത് നടക്കുന്ന ഒരു സംഭവമാണ്. അതിന് രാജ്യമല്ലാണ്ട് നമ്മുടെ കുട്ടികളിൽ നിന്ന് എന്താണ് അവരെ എക്സ്പെക്ട് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ അനാസ്ഥ മൂലം മാത്രം കാരണമാണ് ആ ഒരു കുട്ടികൾ ഇന്ന് അവിടെ നമ്മുടെ കൂടെ ജീവനോടെ ഇല്ലാത്തത്. ഇത് പാർലമെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണോ? അല്ല. കൗഡ് ആൻഡ് വാഷ്ഡ് ആയിട്ടുള്ള കമന്റുകൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന BJP IT സെല്ലുകളോടും അവരുടെ പിന്നിലുള്ള ആളുകളോടും നമുക്ക് കൃത്യമായി പറയാനുള്ളത്, നിങ്ങളുടെ അജണ്ടകളെല്ലാം പൊളിയും. ഷർജിൽ ഇമാം ജയിലിലാണ്, റജാസ് ജയിലിലാണ്, ഉമർ ഖാലിദ് ജയിലിലാണ്. ഇവർക്കൊന്നും ജാമ്യം പോലും കിട്ടിയിട്ടില്ല. ഇവരിതും പേര് പോലും ചിലപ്പം അറിയ പോലും ഉണ്ടാവില്ല ആൾക്കാർ. നടാഷ ജയിലിലായിരുന്നു, പിന്നെ അങ്ങനെ എന്തോരം ആൾക്കാർ. ഇവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ നോക്കിയിട്ട് അല്ലെങ്കിൽ യുവസമൂഹത്തെ നോക്കിയിട്ട് ഭരണകൂടം പറയുന്നത് എന്താ? നിങ്ങൾ രാജ്യദ്രോഹികളാണ്, നിങ്ങൾ വിദേശ ഫണ്ട്, ചൈനയിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ടാണ് സമരം ചെയ്തത്. നമ്മൾ ഇവിടെ അവരെ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാണ് അവര്. വിദ്യാർത്ഥികൾ ആദ്യമായി സമരം ചെയ്തു തുടങ്ങുന്ന സമയത്ത് ടുക്കഡെ ഗാങ്ങുകളെന്നും അതുപോലെ ആതങ്കവാദികളെന്നും അഥവാ രാജ്യദ്രോഹികളെന്നും അതല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അവരെ അർബൻ നക്സലുകളെന്നും ഒക്കെ വിശേഷിപ്പിച്ചത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി കോഴിക്കോട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഇന്ത്യയിൽ 23 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്നൊരു എക്സാമാണ്. അത് നീറ്റ് UG ആയിക്കോട്ടെ, ഈ ഒരു എക്സാമിലേക്ക് വരുമ്പോൾ 6ാം ക്ലാസ് മുതൽ പല കുട്ടികളും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്രയും സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു പരീക്ഷയാണ്. അത്രയും എന്താ പറയുക, ഒട്ടും സീരിയസ്നെസ്സോട് കൂടി അല്ലാതെ അതിൻ്റെ ഒരു ചോദ്യ പേപ്പറൊക്കെ ലീക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് ടെലിഗ്രാം വഴി കച്ചവടം നടക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടും ഇന്ത്യയുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ ഇന്നും ആ സ്ഥാനത്ത് തുടരുന്നു എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനും അപമാനമാണ്. അയാൾ ഒരു രീതിയിലും ഈ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല. അപ്പോൾ ഇന്ത്യയിലെ യുവാക്കൾ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് ഒരു കുട്ടി പണ്ട് APJ അബ്ദുൽ കലാമിനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ യുവാക്കളാണെന്നുള്ളതാണ്. ആ യുവാക്കൾക്ക് വലിയൊരു പ്രശ്നം വരുന്ന സമയത്ത് അവർ ഒന്നിക്കുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇത്രയും കാലം ഇന്ത്യയിലെ ജനങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മന്ത്രിന്റെയും മസ്ജിദിന്റെയും പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കുന്ന ഒരു കേന്ദ്ര ഭരണകൂടത്തിനെതിരെ ഇന്ത്യയിലെ യുവാക്കൾ ഒന്നടങ്കം ഒന്നിച്ചു നിന്ന് പോരാടുന്നത് വലിയ പ്രത്യാശയോടുകൂടി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നോക്കി കാണേണ്ടത്. ഞാൻ ഒരു നീറ്റ് ആസ്പിറന്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് 2 years ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം മെന്റൽ സ്ട്രെസ്സിന്റെ ആരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നല്ല ടയറിംഗ് ആണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയ ആളാണ്. അപ്പം ഒരു പേപ്പർ ലീക്ക് വരുന്നു, റീനീറ്റ് വരുന്നു പറയുമ്പോൾ എനിക്ക് ഐ കാണ്ട് ഈവൻ ഇമാജിൻ അത് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്പീക്കപ്പ് ചെയ്യുന്ന ഒരു ജനറേഷനിലായത് ഐ ആം പ്രൗഡ്. ഇവിടെ ചർച്ചകളിൽ എന്താ ഉള്ളത്? ലൈക്ക് എല്ലാം കഴിഞ്ഞിട്ട് ചർച്ച എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ലൈക്ക് ഓൾമോസ്റ്റ് 20 സ്റ്റുഡൻസ് മരിച്ചു കഴിഞ്ഞു. അവരെ ഫാമിലിനൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പിന്നെ എന്താ ചർച്ചയ്ക്ക് ഇനി എന്താ ഉള്ളത്? ക്രൈസിസ് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ലല്ലോ. എനിക്ക് പറയാനുള്ളത്, ഇത് ഇന്ത്യ ഒട്ടാകെ എല്ലാ ജെൻസി എന്നും പറയാം, എല്ലാ വിദ്യാർത്ഥികളും ഒപ്പരം നിന്നിട്ട് പ്രതിഷേധിക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ പ്രതിപക്ഷ നേതാവായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാവരും അവരെ അറസ്റ്റ് ചെയ്യണം. അവരെ അടിക്കുന്നത് ഞാൻ പറയുന്നത് ടെററിസ്റ്റിനെ അടിക്കുന്ന മാതിരിയാണ്. ടെററിസ്റ്റിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അതിലും മോശമായിട്ടാണ് വിദ്യാർത്ഥികളെയും എല്ലാവരെയും അവർ ട്രീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഇന്ത്യയെ ഇവർ എന്തോ ആക്കി കണ്ടിട്ട് നാടിനെ നശിപ്പിക്കാനാണോ ഇവർ തീരുമാനിക്കുന്നത്? കാരണം ഇങ്ങനത്തെ പ്രതിഷേധങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയത്. അതുപോലും മറന്നിട്ടാണ് ഇവരിപ്പോൾ പ്രതിഷേധക്കാരെ നോക്കുന്നത് കാണുന്നത്. ഇത് വെരി മച്ച് നീഡഡ് ആൻഡ് വെരി പീസ്ഫുൾ. ലൈക്ക് സത്യാഗ്രഹ ഇസ് ദ വൺ തിങ് ദാറ്റ് ലൈക്ക് ഗിവ് us ഫ്രീഡം. അതുകൂടി ഇപ്പം നടക്കുന്നില്ലെങ്കിൽ അവർ ഗവൺമെന്റ് ഹാസ് ഗോൺ ബിയോണ്ട് വാട്ട് ബ്രിട്ടീഷ് ഹാഡ്. സോ
ഇത് സച്ച് ലോങ് ഡ്യൂ ആക്ച്വലി സോനം വാങ്ചുക് ലൈക്ക് ആൻഡ് ഐ ഓൾസോ സീ CJPക്ക് എതിരെയുള്ള കുറേ സാധനങ്ങൾ ആൻഡ് ഐ വോണ്ട് ആസ്ക് യു ആൻ അമേരിക്കൻ ഇന്ത്യൻ വാസ് നീഡഡ് ഫോർ അസ് പുട്ട് ഫോർത്ത് ചെയ്യാനായിട്ട് അപ്പം തന്നെ വി കുഡ് നോ വി ആർ എ ഫെയിലിയർ സോ ദിസ് ഇസ് ലോങ് ഡ്യൂ ഇനിയിപ്പോൾ അതിന് പ്രതിപക്ഷ നേതാവിനെ തന്നെ നിലത്ത് വലിച്ചഴിച്ച് കൊണ്ടുവന്ന കൺട്രിയിലാണ് നമ്മളുള്ളത്. അപ്പോഴേ സിസ്റ്റം എപ്പോഴോ ബ്രോക്കായി കഴിഞ്ഞു, ഇപ്പോഴൊന്നും അല്ല, എപ്പോഴോ ബ്രോക്കായി. സമരത്തെ പറ്റി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത്ര അധികം ആൾക്കാർ കൂടി ചേർന്നിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അത്രയധികം നമുക്ക് മതിയായി. എത്ര കാലം പറഞ്ഞ് നമ്മൾ യൂത്ത് ഇങ്ങനെ സഹിക്കും? അതിനൊരു അന്ത്യം വേണ്ടേ? ഇത്രയും വർഷം നമ്മൾ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു സമയം ഈ നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് ശേഷമാണ് ഒരു റെസ്പോൺസും ഗവൺമെൻറ്റിൽ നിന്ന് ഇല്ലാത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇനി നമ്മൾ കൈയെടുക്കണം, അല്ലാണ്ട് കാര്യമില്ല എന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇത് വളരെ ഒരു ഗുഡ് ബിഗിനിങ് ആയിരിക്കും എന്തായാലും. കാരണം ഇവിടുന്ന് ഇനി എല്ലാം തീയായി പടരാൻ പോണേ ഉള്ളൂ. ഇനി ഇവിടുന്ന് നമ്മുടെ ജനറേഷൻ മാറ്റിമറക്കുന്നതായിരിക്കും അടുത്ത ജനറേഷൻ വരെ. അതിപ്പോൾ അവരെ എക്സ്ക്യൂസ് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഈ ഒരു മാറ്ററിനെ ഡിലേ ചെയ്ത് മാക്സിമം എത്രത്തോളം അവർക്ക് ഡിലേ ആക്കി അതിൻ്റെ ഒരു തീനെ ഇതാക്കാൻ പറ്റുമോ, ഡിമ്മാക്കാൻ പറ്റുമോ, അതിന് വേണ്ടിയിട്ട് സംസാരമാണ്. എന്തെങ്കിലും സംസാരിക്കണം ഇപ്പം സംസാരിക്കണം. അത് അവരൊരു സംസാരം ഡിസിഷൻ സംസാരിച്ച കാര്യമില്ല. നമ്മൾ ഇപ്പോൾ എടുക്കേണ്ട ഡിസിഷൻ അതിലാണ് കാര്യമുള്ളത്. നമ്മളൊരു പ്രൊട്ടസ്റ്റിന് മുന്നേയും ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നല്ലോ. അന്നും പാർലമെന്റ് സെഷൻസ് വെക്കായിരുന്നല്ലോ, വെച്ചിട്ടേ ഇല്ലല്ലോ. അവർക്ക് ദേ നെവർ വാണ്ടഡ് ടു ടേക്ക് എൻ അക്കൗണ്ടബിലിറ്റി ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. കാരണം ഇത് നീറ്റ് എക്സാം സംതിങ് ഹാപ്പൻ റീസെന്റ് ലൈക്ക് 2 yearsനുള്ളിൽ 2 പ്രാവശ്യം. അതല്ലാണ്ട് എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ട്, എന്തോ ഒരു കേസസ് ഇവിടെ നടക്കുന്നുണ്ട്. നീറ്റിന് നമ്മളിപ്പോൾ ചോദ്യം ചോദിക്കുന്നു. വിൽ ആസ്ക് മോർ അബൌട്ട് ലേറ്റർ ആസ് വെൽ. കേന്ദ്ര സർക്കാരിന് ഈ പറഞ്ഞ ചെറിയ കുട്ടികളെ സ്കൂൾ കാലത്ത് കുട്ടികൾ ഇങ്ങനെ പറയില്ലേ അവൻ്റെ ബസ്സിലെടുത്ത് ഇവൻ അവനെ കള്ളനാണ് പറഞ്ഞത്, അതുപോലത്തെ സംഭവമാണ്. അവർക്ക് സത്യം ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്താ ഇപ്പം നമ്മൾ സത്യം പറയുമ്പോൾ നമ്മൾ ആൻറ്റി നാഷണൽസ് ആണ്, ഇല്ല നമ്മൾ അവരുടെ കൂടെ ഒരു പെറ്റായിട്ട് ഡോഗായിട്ട് നിൽക്കുമ്പോൾ അവർ കുഴപ്പമില്ല. അതൊക്കെ വെറും ഈ പറഞ്ഞ ഇപ്പോഴത്തെ ജനറേഷൻ അത്രയും വലിയ പൊട്ടന്മാരൊന്നുമല്ല. ഈ പറഞ്ഞല്ലേ ഇപ്പോഴത്തെ ഈ ഓൾഡ് ജനറേഷനൊക്കെ മാറി പുതിയ ആൾക്കാർ നമ്മൾ ഭരിക്കട്ടെ, അതിലാണ് കാര്യം. പിന്നെ ആൻറ്റി നാഷണൽസ് ഒക്കെ നമുക്കറിയാം, നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി തിരിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാവില്ല. ലാത്തി ചാർജിൽ ബാറ്റന്റെ മേത്ത് ദേ ആർ ഹാവിംഗ് റസ്റ്റഡ് മീൽസ്. ടിയർ ഗ്യാസ് എക്സ്പയർഡ് ആയിട്ടുള്ള ടിയർ ഗ്യാസ് ആണ് എറിയുന്നത്. ആൾക്കാരെ കുട്ടികളെ വിളിച്ചു വരുത്തി ബാരിക്കേഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ പിന്നെ ഈവനിങ് ആകുമ്പോൾ എക്സിറ്റ് ക്ലോസ് ചെയ്യാണ്. സോ ദാറ്റ് പീപ്പിൾ ആർ സ്ട്രാൻഡഡ് ഇൻസൈഡ്, ദർ ഇസ് നോ വേ എക്സിറ്റ് ആൻഡ് എവറിബഡി ഈസ് ഗെറ്റിംഗ് ബ്രൂട്ടലി അറ്റാക്ട് ബൈ ദ പോലീസ്. ആ പോലീസ് ദേ ഡോണ്ട് ഈവൻ ഹാവ് നെയിം ടാഗ്സ്, സോ വി ഡോണ്ട് ഈവൻ നോ അത് ശരിക്കും പോലീസ് ആണോ അല്ലോ. ഇത്രയും ക്രൂരമായിട്ട് സ്റ്റുഡൻസിനെ അറ്റാക്ക് ചെയ്യാൻ മാത്രം വാട്ട് ഡിഡ് വി എവർ ഡു? നമ്മൾ ആകെ ചോദിച്ചത് വാസ് അക്കൗണ്ടബിലിറ്റി. ആകെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എവിടെയാണ് പേപ്പർ പോയത്? ഇത്രയും തവണ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം 45 പേപ്പർ ലീക്സ് ഇസ് ദ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്രയും തവണ പേപ്പർ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ why did nobody ask a question? Like ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ why are you so brutally attacking students? And ജെൻസിന്റെ പ്രൊട്ടസ്റ്റ് ആണ്, പക്ഷെ ജെൻസി വരേണ്ട വന്നു to create such a big movement. So I'm proud to be Gen Z, I'm proud to be standing here, and I've been unemployed for a month since I'm out of college. പക്ഷെ ഇന്ന് my dad told me he's proud of me because I made in the രാവിലെ എണീച്ച് I made 6 placards. I've distributed it around. I'm proud of myself, and more than that my dad told me he's proud of me. Now that makes me happy. ഈ സമരം വളരെ ഒരു വലിയ സമയമായിട്ട് വരുന്ന ഒരു സമരമാണ്. സമൂഹത്തിന്റെ പല സെക്ഷൻസിൽ നിന്ന് വരുന്ന ആൾക്കാർ, വർക്കേഴ്സിനെ, സ്റ്റുഡൻസിനെ, ഫാമേഴ്സിനെ ഒക്കെ ഈ ഗവൺമെന്റ് വലിയ രീതിയിൽ നോവിക്കുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഒരു നീറ്റ് ലീക്ക് ഒരു ഫ്ലാഷ് പോയിന്റായി വന്ന് മൊത്തത്തിലുള്ള സമൂഹത്തിന്റെ ദേഷ്യം ഇതിലൂടെ പുറത്തു വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒപ്പം കൂടി ഇതിൻ്റെ മുന്നേ നമ്മൾ മൊത്തത്തിൽ നടക്കുന്ന സ്ട്രഗിൾസിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലും കൂടിയും കാണണം. 2 മാസം മുന്നേ നോയിഡയിൽ ഇതേ രീതിയിൽ വലിയ വയലൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ സ്റ്റുഡൻസ് ഇപ്പോൾ വരുന്നു. അതിൻ്റെ മുന്നേ ഫാമേഴ്സ് വന്നു. സമൂഹത്തിലെ എല്ലാ സെക്ഷൻസിലെ ആൾക്കാരും പല സമയത്തായിട്ട് ഈ ഗവൺമെന്റിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ഡിസാറ്റിസ്ഫാക്ഷൻ കൂടിയാണ് കാണിക്കുന്നത് ഈ ഗവൺമെന്റിനെതിരെ, BJPക്കെതിരെ. പാർലമെന്റിലെ ചർച്ച ശേഷം നമുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഡിലേയിങ് കൂടുതലാവാൻ ചെയ്യാൻ. ആൻഡ് ഇപ്പോൾ ഇത്രയും വലിയ രീതിയിൽ ഇത്രയും പ്രൊട്ടസ്റ്റ് ഉണ്ടാവാൻ കാരണം ഇസ് ബിക്കോസ് ഓഫ് ഇത്രയും കുറേ ഡിലേ ഉണ്ടായതുകൊണ്ടാണ്. ഇനീഷ്യൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഇഫ് ദേ ഹാഡ് ടേക്കൺ എനി ആക്ഷൻ അഗേൻസ്റ്റ് ഇത്ര കുറേ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. സോ രണ്ട് സൈഡിലും നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റും. ബട്ട് ഐ തിങ്ക് ആസ് ഓഫ് ദിസ് പോയിന്റ് നമുക്ക് സ്റ്റുഡൻസിന്റെ സൈഡ് പ്രയോറിറ്റൈസ് ചെയ്യണം. ബിക്കോസ് ഒരാൾ റിസൈൻ ചെയ്താൽ മതി, ദാറ്റ് ക്യാൻ ഷിവർ ദി എൻറ്റയർ ക്യാബിനറ്റ്. ഒരാൾ റിസൈൻ ചെയ്താൽ നമ്മൾ വി വിൽ ഗോ അഹെഡ് വിത്ത് നിർമ്മല സീതാരാമൻ, വിൽ ഗോ അഹെഡ് വിത്ത് ദ ടാക്സ് ക്യാബിനറ്റ്, വിൽ ഗോ അഹെഡ് വിത്ത് ദ ഇന്റർനാഷണൽ റിലേഷൻസ്, വിൽ ഗോ അഹെഡ് വിത്ത് ദ ട്രാൻസ്പോർട്ട് മിനിസ്റ്റേഴ്സ്. ഒരാൾ റിസൈൻ ചെയ്താൽ മതി, ക്യാബിനറ്റിൽ ഫുള്ളും നമ്മളെ സ്ട്രെങ്ത് നമുക്ക് കാണിക്കാൻ പറ്റും. സോ ഐ തിങ്ക് ദ മിനിസ്റ്റർ ഷുഡ് റിസൈൻ. ഇത്രയും ലീക്ക് ആയിട്ടും ഇഫ് ഹി സ്റ്റിൽ സ്റ്റേയിങ് അറ്റ് ദ ക്യാബിനറ്റ്, ദാറ്റ് മീൻസ് ദാറ്റ് ഹി ഹാസ്
respect for the nation, no respect as a person for himself either. അത് ശരി തന്നെയാണ്. CJPയുടെ നിലപാട് വളരെ ശരിയായിട്ടുള്ള നിലപാടാണ്. ഇതിന്റെ മുന്നേ ഉണ്ടായിട്ടുള്ള CAA പ്രൊട്ടസ്റ്റ്, ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ്, ഇതിന്റെ ഒക്കെ ഉള്ളിൽ ഇനി ചർച്ചകൾ ഉണ്ടാവാമെന്ന് പറഞ്ഞൊരു വാക്ക് കൊടുത്ത് പിന്നെ നടന്നിട്ടുള്ള ചർച്ചകളും പിന്നെ നമ്മൾ കാണുന്നത് CAA ഇംപ്ലിമെന്റ് ആവുന്നതും ഫാം ബില്ല് വലിയ രീതിയിൽ പല ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്നതും ഇപ്പോൾ അടുത്ത് തന്നെ വലിയ സൈലോ കോൺട്രാക്ട്സിന് വേണ്ടി 100-ലധികം സൈലോ കോൺട്രാക്ട് അദാനിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മൾ ഡിസൈസീവ് ആയിട്ടൊരു വിക്ടറി ഇല്ലാതെ ഇനി വരും കാലത്ത് ഒരു ചർച്ച വെച്ച് ഇതിനെ റിസോൾവ് ചെയ്യാന്ന് പറയുന്നത് നടക്കില്ല. വ്യാജമായിട്ടുള്ള വാഗ്ദാനങ്ങൾ മാത്രമായിരിക്കും ഗവൺമെന്റിന്റെ അടുത്ത് കിട്ടുന്നത്. The resignation of the education minister is at this point an utmost necessity. The lives of these students that have been lost, they are precious as everyone else, and the resignation of our minister Dharmendra Prasad is not optional at this point. It must be made by now. ഈ സമരം എന്ന് പറയുന്നത് നമുക്ക് സാധാരണഗതിയിൽ ഡൽഹിയിൽ ഒരുപാട് സമരങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഇത് തീർത്തും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു സംഘമാണ് സമരം നയിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ രാഷ്ട്രീയമില്ല, മറ്റു ഒരു ഉദ്ദേശങ്ങളുമില്ല എന്ന് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം. പക്ഷേ ഒരു എല്ലാ വിദ്യാർത്ഥികളും, അതായത് നമുക്കറിയാലോ, ഈ പരീക്ഷകൾ, നീറ്റ് പരീക്ഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നെറ്റ് ആയിക്കോട്ടെ, CUET ആയിക്കോട്ടെ, ഈ പരീക്ഷയൊക്കെ എഴുതുന്നത് രാഷ്ട്രീയം നോക്കിയിട്ടല്ലല്ലോ. ഒരു BJP പ്രവർത്തകരുടെ മക്കൾ മാത്രം എഴുതാത്ത പരീക്ഷയല്ല. എല്ലാ പാർട്ടിക്കാരുടെയും ഇതിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ ഒരു +2 ഹയർ സെക്കൻഡറി പഠനത്തിനോ അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, അതുപോലെ രാജ്യത്തെ മികച്ച മെഡിക്കൽ കോളേജുകൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ, ഈ പ്രൊഫഷനിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉറക്കം വിളിച്ച് പഠിച്ചെഴുതുന്ന ഒരു പരീക്ഷയുടെ അവർ വളരെ കൃത്യമായിട്ട് എഴുതാൻ നോക്കുമ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ തെരുവുകളിലൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം മതപ്പതിച്ചൊരു കാര്യമാണ്. അതിനെതിരെ വളരെ മികച്ച രീതിയിൽ ഒരു സമരം അച്ചടക്കത്തോടെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നടക്കുന്ന ഒരു സമരം രാജ്യ തലസ്ഥാനത്ത് നടക്കുമ്പോൾ ആ വിദ്യാർത്ഥികളോട് പോലും എന്താണ് പ്രശ്നം എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ചയ്ക്ക് തയ്യാറാവാതിരിക്കുകയോ അതിനെ പഠിച്ചിട്ട് അനുകൂലമായ ഒരു തീരുമാനമെടുക്കാമെന്നെങ്കിലും വിദ്യാർത്ഥികളോട് പറയാനോ തയ്യാറാവാത്ത ഒരു രാജ്യം ഭരിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ നമുക്കൊരു ലോകത്തിന് മുന്നിൽ തന്നെ നാണക്കേടാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു ഫാസിസം അല്ലെങ്കിൽ ഒരു ഭരണകർത്താക്കളുടെ ഫാസിസം, ഭരിക്കുന്ന പാർട്ടിയുടെ ഫാസിസം നമ്മുടെ തലയ്ക്ക് മുകളിൽ എത്രത്തോളം വന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം കാർന്നു തിന്നുന്നു എന്നുള്ളതാണ്. ഭീഷണിപ്പെടുത്തി നിൽക്കുക എന്നുള്ളത്, ഭയപ്പെടുത്തി ഭരിക്കുക, ഭയപ്പെടുത്തി ഒതുക്കുക എന്നുള്ളതാണ്. ഇന്നലെ തന്നെ നമ്മൾ ചാനലുകളിലൊക്കെ കണ്ടതാണ്. അവിടെ പോലീസ് മാത്രമല്ല, ഡൽഹി പോലീസ് പൊതുവെ ഇത്തരം അക്രമങ്ങൾക്ക് കുപ്രസിദ്ധി ആർജിച്ച ഒരു പോലീസാണ്. പക്ഷെ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത് പോലീസുകാർ മാത്രമല്ല, പോലീസുമായിട്ട് നമുക്കറിയാലോ, ഒരു പോലീസുകാരനെ കണ്ട ഏറ്റവും മിനിമം നമുക്കറിയാലോ ഈ രാജ്യത്തെ പോലീസ് സംവിധാനത്തെ കുറിച്ചിട്ട്. ഈ പോലീസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകളാണ് പോലീസിന്റെ ലാത്തിയും ചൂരലും അടക്കമെടുത്തിട്ട് കയ്യിൽ കിട്ടുന്നവരെയും കണ്ണിൽ കാണുന്നവരെയും എല്ലാവരെയും തല്ലി ഒതുക്കുന്നത്. എന്തൊരു നാണക്കേടാണ്. പക്ഷെ ഇതിനെതിരെ പറയാൻ പറ്റുന്നില്ല. മുഖ്യധാരാ ചാനലുകളൊക്കെ ഇതിനൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരമൊരു വലിയൊരു വിഷയം ഈ രാജ്യത്ത് നടന്നിട്ട് ഇത് ഈ വർഷം മാത്രമല്ല, തുടർച്ചയായിട്ട് 3-4 വർഷങ്ങളായി ഇതിനെതിരെ ഇത്തരം പരാതികൾ വരുന്നു. മാത്രമല്ല, ഇത്തരം ഒരു നീറ്റ് പരീക്ഷ സെൻട്രലൈസ്ഡ് ആയിട്ട് നടത്താൻ തീരുമാനിച്ചപ്പോൾ തന്നെ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതിനെ എതിർത്തിരുന്നു. കാരണം ഇത് അന്ന് കൃത്യമായിട്ട് കേരളത്തിൽ കീം എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് അത് എൻട്രൻസ് കമ്മീഷനൊക്കെ വെച്ചിട്ട് വളരെ സ്വകാര്യപൂർവ്വം നടത്തി വരുന്ന ഒരു എൻട്രൻസ് പരീക്ഷയാണ്. പെട്ടെന്ന് ഇവർ ഒരു നാഷണലൈസ്ഡ് ലെവലിലേക്ക് സെൻട്രലൈസ്ഡ് ഇത് കൊണ്ടുപോകുന്നത്. എന്നാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി കൂടുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ക്വാളിറ്റി കുറയുക എന്ന് മാത്രമല്ല, മറ്റ് സ്റ്റേറ്റുകളിലടക്കം ഇതിന്റെ ആൻസർ ഷീറ്റുകൾ തെരുവിൽ കിട്ടുന്നു എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ എത്രത്തോളം പുച്ഛത്തോടെയാണ് നമ്മളെ ഭരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ കാണുന്നത് എന്നുള്ളതാണ്. ഒരു മന്ത്രിയുടെ പ്രഖ്യാപനങ്ങളൊക്കെ എത്രത്തോളം വില കുറഞ്ഞതാണ് എന്നുള്ളതാണ് ഇതില്. അതെ, വളരെയധികം അസഹിഷ്ണുതയുള്ള ഒരു സീനാണ് നമ്മൾ കേന്ദ്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അതുവരെ പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടരെയാണ് ഇവരെ ലാത്തിയും അതും എക്സ്പയറി തീർന്ന കണ്ണീർവാദമൊക്കെ ഉപയോഗിച്ച് ആക്രമിച്ചതും 10 വയസ്സുള്ളൊരു കുട്ടീനെ സ്ലാപ്പ് ചെയ്യുന്ന സീനൊക്കെ കാണുമ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ സാധാരണക്കാരെ അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഇന്നലെ രാഹുൽ ഗാന്ധിനെ അവരെങ്ങനെ കൊണ്ടുപോയെന്ന് കണ്ടു, സോനം സാറിനെ എങ്ങനെ കൊണ്ടുപോയെന്ന് കണ്ടു. അപ്പൊ ഇവിടെ ശരിക്കും ഈ കൺട്രിയിൽ ആർക്കാണ് പ്രിവിലേജ് ഉള്ളത്? എനിക്ക്
നോ വേർഡ്സ് എന്ന് പറയാം. അപ്പോൾ എന്താ പറയുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇവിടെ ഇപ്പം നമുക്ക് ജന്തർ മന്ദറിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവിടെ ഗ്യാദർ ആയി നമ്മൾ പീസ്ഫുള്ളായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നതാണ്. നമ്മുടെ പാർട്ട് നമുക്ക് ചെയ്യാം. ആൻഡ് ഇത് ഒരു സക്സസ്സിൽ ഇത് ചെന്ന് അവസാനിക്കുന്ന വിചാരിക്കണം ഈ ഒരു പ്രൊട്ടസ്റ്റ്. ഈ സമരം നടക്കുന്നത് ആലോചിച്ച് നോക്കണം. നമ്മളെ ഒരു ഭരണഘടന അവകാശത്തെയാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ആരുടെ ഔദാര്യം ചോദിക്കുകയോ നമുക്ക് കിട്ടാത്ത സാധനത്തിന് ചോദിച്ചു വാങ്ങുമല്ല. നമുക്ക് ഭരണഘടന നമുക്ക് തന്നൊരു അവകാശമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അത് ബേസിക് ആയിട്ട് നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ട ഒരു ബെയർ മിനിമം സംഭവമാണ്. അത് ചോദിക്കുന്നതിനാണ് ഇന്നലെ ആ പാവങ്ങളെ ആ ഡൽഹിയിലെ തെരുവുകളിൽ ഇട്ടിട്ട് അടിച്ചോടിക്കുന്നത്. 20 ദിവസമായി അവർ ഒരു ഭക്ഷണവും കഴിക്കാണ്ട് അവിടുത്തെ കൊടും ചൂടില് ദിവസങ്ങളായി അവർ സമരം ചെയ്യാണ്. എന്തിനാവശ്യത്തിന് വെച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ. ഒരു മന്ത്രി പോലും എന്നിട്ട് അതിനൊരു റെസ്പോൺസ് ഇതുവരെ തന്നിട്ടില്ല. ആ സോനം വാങ്ചുക്കും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് കുറെ ദിവസങ്ങളായി നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുന്നു. മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നതിനുള്ള കാരണം ഇത് ഒരു വട്ടമല്ല നമ്മളെ രാജ്യത്ത് നടക്കുന്നത്. ഈ ഒരു എക്സാം മാത്രമല്ല ചോർന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് നീറ്റ് ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, CUET ആയിക്കോട്ടെ, ഏത് NTA നടത്തുന്ന എക്സാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം വർഷങ്ങളായി ഇത് നടക്കുന്ന ഒരു സംഭവമാണ്. അതിന് രാജ്യമല്ലാണ്ട് നമ്മുടെ കുട്ടികളിൽ നിന്ന് എന്താണ് അവരെ എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ അതല്ലേ ചോദിക്കാനുള്ള, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതല്ലേ. എന്നിട്ട് പോലും പാർലമെന്റിൽ ചർച്ച നടത്തണമെങ്കിൽ ഇപ്പോഴും സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ചോദിക്കാനുള്ള സമയം ഇത്രയും അതിക്രമിച്ച് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഒരു ചോദ്യം പോലും വന്നിട്ടില്ല? പ്രതിപക്ഷ നേതാവ് അടക്കം കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. എത്ര ദിവസമായി സമരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നിട്ട് ഒരാൾ പോലും അതിന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല. ഇത്രയ്ക്ക് ജനശ്രദ്ധ നേടി ജനപിന്തുണ വന്നു എന്നറിഞ്ഞതിന് ശേഷമാണ് ഇത്ര ആളുകൾ പിന്നീട് സമരത്തിലേക്ക് വരാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ യൂത്ത് ഇതിനെക്കുറിച്ച് ഇറങ്ങിയ ടൈമിൽ മെയിനായിട്ട് ഇതിൻ്റെ അതോറിറ്റീസ് ഇരിക്കുന്ന ആളുകൾ പറഞ്ഞത് അവർ കോക്രോച്ചസ് അല്ലേ എന്നാണ് പറഞ്ഞത്. ആ കോക്രോച്ചസിൻ്റെ പവർ എന്താന്നുള്ളത് ഇപ്പം ഇതാ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇപ്പോൾ റഷ്യ എന്നുള്ള ഒരു വീഡിയോ കണ്ടു, ഇന്ത്യക്ക് വേണ്ടി ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു സംഗതി, ആ ഒരു ഫ്യൂച്ചറിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ക്രെഡിബിലിറ്റി ഇന്നിപ്പോൾ യൂത്ത് എന്ത് ചെയ്യാണ്, സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് യൂത്താണോ ചെയ്യേണ്ടത്? അല്ല, ഇത് നമ്മൾ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഗവൺമെന്റ് എവിടെയാണെന്നുള്ള ചോദ്യമാണ് ഇന്ന് യൂത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിൽ, ഇത്രയും പ്രതിസന്ധി നിറഞ്ഞൊരു ടൈമിൽ ഇപ്പോഴും ഗവൺമെന്റ് ഇതിനു വേണ്ടി വോയിസ് റേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ആ ഒരു ഒഡാസിറ്റിയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. വളരെ എന്തൊരു ലാഘവത്തോടു കൂടിയാണ് ഈ ഒരു സിസ്റ്റം കാണുന്നത് എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലത്തിനെ. അത്രയും ദിവസം നമുക്ക് വേണ്ടിയിട്ട്, അത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് അവിടെ പട്ടിണി കിടക്കുകയാണ്. ഈ പട്ടിണി എടുക്കുന്ന ടൈമിൽ ഇതുവരെ ഗവൺമെന്റ് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഹെൽത്ത് അത്രത്തോളം മോശമായി, ഇന്ന് ഹോസ്പിറ്റലിലാണ് അദ്ദേഹം. എന്നിട്ടും അവിടെ ഇത്രത്തോളം വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് വരുന്നു, പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിഞ്ഞു നോക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അത്രയും കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ പഠിച്ച് നീറ്റ് പരീക്ഷ എന്നുള്ള പരീക്ഷയ്ക്ക് വേണ്ടി പോയിട്ട് ആ ഒരു സങ്കടം കൊണ്ട് ഇന്ന് 20-ലധികം കുട്ടികൾ മരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഗവൺമെന്റിന് എന്തില്ല അതിനെക്കുറിച്ചൊരു യാതൊരു, അവർക്ക് ആ 20 കുട്ടികൾ എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള 20 കുട്ടികളാണ്. അങ്ങനെയല്ല, ഇത് ചോദിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ സ്റ്റുഡൻസ് ഇതിനെ കുറിച്ച് ചോദ്യം ചോദിക്കുകയും ചെയ്യും. അതിനനുസരിച്ചുള്ള ജസ്റ്റിസ് ഇന്ത്യ വാങ്ങിയിരിക്കുകയും ചെയ്യും. രാജിവെക്കാൻ തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ നിലപാട്. കാരണം 12 വർഷമായി നമ്മളെ ഇതിപ്പോ പേപ്പറിലേക്കാണ്. ഇതിനു മുൻപ് പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാൻ CAയുടെ പ്രൊട്ടസ്റ്റിന് പോയിട്ടുള്ളതാണ്, ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് നമ്മൾ കണ്ടു. അങ്ങനെ ഇഷ്ടംപോലെ പ്രൊട്ടസ്റ്റുകൾ, ഇഷ്ടംപോലെ ഇഷ്യൂസും വന്നിട്ടുണ്ട്. അതവർ പാർലമെന്റിൽ വെച്ച് എന്ത് ചർച്ചയാണ് ചെയ്തത്? ഇവിടെ ഒരു ഇന്ത്യന് എന്ത് സ്വാതന്ത്ര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്? ഈ ഒരു വിഷയത്തെ നമ്മൾ നോക്കുന്ന ടൈമിൽ ഇത് ഈ പാർലമെന്റിൽ ഡിസ്കസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ബില്ലോ കാര്യങ്ങളോ അല്ല. അദ്ദേഹത്തിന്റെ അനാസ്ഥ മൂലം മാത്രം കാരണമാണ് ആ ഒരു കുട്ടികൾ ഇന്നും അവിടെ നമ്മുടെ കൂടെ ജീവനോടെ ഇല്ലാത്തത്. ഇത് പാർലമെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണോ? അല്ല. അദ്ദേഹത്തിനെ പോലുള്ള മനസാക്ഷി തീരെയില്ലാത്ത, എമ്പതി തീരെയില്ലാത്ത, ലീക്കിംഗ് എമ്പതി എന്നുള്ള പറയണം, ഈ തീരെ എമ്പതി ഇല്ലാത്ത ഒരാൾ ഇന്നും അധികാരത്തിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? പോലീസും ഭരണകൂടവും ഭയക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ദില്ലി പോലീസിന്റെ നരനായാട്ട് നമ്മൾ കണ്ടതാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മെ സംരക്ഷിക്കേണ്ട ആളുകൾ ഇന്ന് അവരുടെ ലാത്തി കൊണ്ട് ആക്രമിക്കുകയാണ്. അക്രമം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ റീലുകളും ദില്ലി പോലീസിന്റെ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അവർ ശരിക്കും പറഞ്ഞാൽ അബ്യൂസ് ചെയ്യുകയാണ്. സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതിനാണോ പോലീസ് എന്ന് നമ്മൾ തോന്നിപ്പോകും. പോലീസ് മാത്രമല്ല, പോലീസിന്റെ കൂടെ അവിടെയുള്ള BJP അല്ലെങ്കിൽ മറ്റു അവരുമായി ബന്ധപ്പെട്ട് സഖ്യപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അവിടുത്തെ ജനങ്ങളെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന ആളുകളെ ആക്രമിക്കുന്ന രംഗമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഗോഡി മീഡിയയുടെ സൈലൻസ്, ആ സൈലൻസിന് പറയാനുള്ളത് ഈ പ്രൊട്ടസ്റ്റിന്റെ വിജയത്തിന്റെ കഥയാണ്. അതിലൊരു സംശയമില്ല. അവർ സൈലന്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രൊട്ടസ്റ്റ് വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് മലബാർ റീജിയണിലുള്ള കാലിക്കറ്റ് ബീച്ച്,
കോഴിക്കോട് കോസ്റ്റൽ റീജിയനിൽ ഇത്രയും വിദ്യാർത്ഥികൾ ഒരു ചെറിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടുകൊണ്ട് ഇളകി വന്നിരിക്കുകയാണ്. ജെൻസിയാണ് വന്നിരിക്കുന്നത്, പാറ്റകളാണ്, കോക്രോച്ചുകളാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. എല്ലാവരുടെയും നെഞ്ചുകളും തലകളും പെരുക്കുകയാണ്. എല്ലാവരും ഇവിടെയുള്ള ഓരോരുത്തരുടെയും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. അവർ പാറ്റകളായ അല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേറെ കാര്യം പറയാനുള്ളത്, ജന്തർ മന്ദറിൽ നിന്നും അല്ലെങ്കിൽ PM-ന്റെ റെസിഡൻസിൽ നിന്നും അതും അല്ലെങ്കിൽ പാർലമെന്റിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറമുള്ള കോഴിക്കോട് ഇവിടെ ഇത്രയും ആളുകൾ കൂടിയിട്ടുണ്ടെങ്കിൽ സൈലന്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ കൗഡ് ആൻഡ് വാഷ്ഡ് ആയിട്ടുള്ള കമന്റുകൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന BJP IT സെല്ലുകളോടും അവരുടെ പിന്നിലുള്ള ആളുകളോടും നമുക്ക് കൃത്യമായി പറയാനുള്ളത്, നിങ്ങളുടെ അജണ്ടകളെല്ലാം പൊളിയും, നിങ്ങളുടെ സ്ട്രാറ്റജീസ് എല്ലാം പൊളിയും. ഈ സമരത്തെ പറ്റിയിട്ട് എന്താണ് ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നിക്കലി ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പക്ഷെ നമുക്കിത് ഇവിടെ കാണാം. ബട്ട് വൈ ഇവിടെ എന്തുകൊണ്ട് നടക്കുന്നതെന്നുള്ളത് ഇത്രയും ആൾക്കാർ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഓരോ ആൾക്കാരോട് ചോദിച്ചാലും ഓരോ കഥ പറയാനുണ്ടാവും. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രാജ്യത്ത് ഈ ഒരു അവസ്ഥ മാറിയിട്ടില്ലെങ്കിൽ ഇത് മാറ്റി തന്നെ വേണം. അതിന് മാറിയിട്ടേ ബാക്കിയുള്ള പരിപാടി ഇനി ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ടു ഹെൽ വിത്ത് ദ ഗവൺമെന്റ് ഫസ്റ്റ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, മിനിസ്റ്റർ രാജിവെക്കുന്നതിനൊപ്പം നീറ്റ് എന്ന് പറയുന്ന ഈ സംവിധാനം അബോളിഷ് ചെയ്യാന്നുള്ളതാണ്. ബിക്കോസ് നീറ്റ് ഇസ് നെവർ ഫെയർ. നീറ്റ് എന്ന് പറയുന്ന സംവിധാനം ഒരിക്കലും ഫെയർ അല്ല. തമിഴ്നാട്ടിൽ മരിച്ച കുട്ടിയും പോരാടി സൂയിസൈഡിൻ്റെ വക്കത്തെത്തി മരിച്ച കുട്ടിയും ഇപ്പോൾ പൊലിഞ്ഞിട്ടുള്ള 21 ആൾക്കാരും. ടു ഹെൽ വിത്ത് ദ ഗവൺമെന്റ് ബിക്കോസ് വി ആർ സോ പിസ്ഡ്. ഐ വാണ്ട് ടു സേ കി നമ്മളെ നാട്ടിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വന്നു, ബാക്കിയുള്ള കർഷകർക്ക് വേണ്ടിയിട്ട് അവർ വന്നു, റീസെൻ്റ്ലി ട്രാൻസ് പീപ്പിളിന് വേണ്ടിയിട്ട് അവർ വന്നു. ട്രാൻസ് ബില്ലെന്ന് വന്നപ്പോൾ ഇവിടെ ഒരു മനുഷ്യനും പ്രതികരിച്ചിട്ടില്ല. ദിസ് ഈസ് വെയർ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യുക, നിങ്ങളുടെ വീടിൻ്റെ അകത്തെത്തുമ്പോഴാണ് ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ ഫെയർ. അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു സ്പീക്ക് നൗ, ഇല്ലെങ്കിൽ ഐ എം ടെല്ലിങ് യു ഫ്യൂച്ചർ ഇസ് ഡൂംഡ്. തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള ആൾക്കാർ പ്രതികരിക്കേണ്ട ഒരു വിഷയമാണിത്. പലരും ഇത് വീട്ടുമുറ്റത്ത് എത്തുന്നത് വരെ ഇത് പ്രതികരിക്കാതിരിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളിവിടെ പ്രതികരിക്കുന്നത്, നമ്മൾ ഓരോ സിറ്റിസൺസും ഇപ്പം നമ്മുടെ ഇവിടെ നടക്കുന്ന ഗവൺമെന്റിൽ നടക്കുന്ന കറപ്റ്റ് പ്രാക്ടീസസിനെതിരെ നമ്മൾ പ്രതികരിക്കണം. കാരണം നമുക്കറിയാം നീറ്റ് എക്സാമിന്റെ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾ സ്യൂസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ്, നമുക്കറിയാം നീറ്റ് എക്സാം എത്രത്തോളമാണ് അവർ പ്രിപ്പയർ ചെയ്യണതെന്ന്. വർഷങ്ങളോളം അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയും ചെയ്തിട്ട് അവർ സ്യൂസൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പം ഇത് കുട്ടികളുടെ പ്രശ്നം എന്നുള്ളത് മാത്രമല്ല, ഇത് ഓരോ സിറ്റിസന്റെയും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ സോനം വാങ്ചുകിനെ പോലെയുള്ള അദ്ദേഹം 21 എനിക്ക് തോന്നുന്നു 24-25 ദിവസമായിട്ട് അദ്ദേഹം നിരാഹാരം എടുക്കുകയാണ്. അപ്പോൾ അപ്പോഴൊക്കെ ഒന്നും നമ്മുടെ ഈ പറയുന്ന ഗവൺമെന്റിൽ അതിലൊന്നും ഒരു മര്യാദയ്ക്ക് ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ളത്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. ഒരു ആസ് എ സോഷ്യൽ ബീയിങ്, ആസ് എ പൊളിറ്റിക്കൽ ബീയിങ്, ഇറ്റ് ഈസ് നമ്മളെ പോലെയുള്ള ഓരോരുത്തരും ഇത്തരത്തിലുള്ള അട്രോസിറ്റീസിനെതിരെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അത് ആരോപണങ്ങൾ ആർക്കും വേണമെങ്കിൽ ഉന്നയിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ ശരിയായ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം അദ്ദേഹത്തിന് ശരിക്കും ഇതിനു വേണ്ടിയിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹം അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹി റിയലി സ്റ്റാൻഡ് ഫോർ ദ സ്റ്റുഡൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആമിർ ഖാന്റെ ഒരു സിനിമ ഉണ്ട് 3 Idiots. ആ ഒരു സിനിമ കണ്ട ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്രത്തോളമാണ് സോനം വാങ്ചുക് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് എന്നുള്ളത്. അപ്പം അദ്ദേഹം ഒരു എഡ്യൂക്കേറ്റർ ആണ്, എഞ്ചിനീയർ ആണ്. അതേപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ളൊരു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം എപ്പോഴും കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് ദ ടൈം ടു സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ദിസ് അട്രോസിറ്റീസ് എന്നത് തന്നെയാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ 2019 CA പ്രൊട്ടസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിനു മുന്നേ വേറിസ് നജീബ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ പല സമരങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് ഇതിനെ കാണാനാണ് എനിക്ക് ആഗ്രഹം. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ നീറ്റ് വിഷയത്തിലാകുമ്പോൾ പലരും സംസാരിക്കുന്നുണ്ട്. മുന്നേ കുറച്ചുകൂടി ഒരു ലോവർ കാസ്റ്റ് ആളുകളായിരുന്നു ഡയറക്റ്റ് എഫക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവരായിരുന്നു തെരുവിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത്. നീറ്റിൻ്റെ ഒരു പ്രശ്നവും പേപ്പർ ലീക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു മധ്യവർഗത്തിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലോട്ട് എത്തി. അതേപോലെ എംപ്ലോയ്മെന്റ് റൈറ്റിനെ പറ്റിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ആൾക്കാർ നല്ല ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ അത് കറക്റ്റ് CJP പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ള വിചാരിക്കുന്നത്. ഞാൻ CJPനെ കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യുന്ന ഒരാളല്ല, വിമർശനാത്മകമായിട്ട് തന്നെ കാണുന്ന ഒരാളാണ്. അവരുടെ പൊളിറ്റിക്കൽ സാധനങ്ങളെ പറ്റിയൊക്കെ എനിക്ക് ഭയങ്കര കൺസേൺ ഉണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എല്ലാ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് വർഷങ്ങളായിട്ട് ഇവിടെ
BJP അല്ലെങ്കിൽ ഹിന്ദുത്വ ഗവൺമെന്റിനെതിരെ നടക്കുന്ന സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോർഡിനേറ്റർ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു സാധ്യതയും കൂടിയാണ്. എങ്ങനെ പിന്നെ ഐ എം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ് എന്ന് ഭയങ്കര അടിപൊളിയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യന്മാർ രാഷ്ട്രീയം സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്ന രാഷ്ട്രീയമാണ് എന്നുള്ള രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യാനും അതേപോലെ നമ്മുടെ ഹിസ്റ്ററി പറയാനും മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള നല്ലൊരു അവസരം കൂടിയായിട്ട് കാണുന്നു. ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ കാണാൻ. ആസ് എ ഗവൺമെന്റ് ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതായതുകൊണ്ട് ഒബ്വിയസ്ലി ആ സിസ്റ്റത്തിലുള്ള ആൾക്കാർ, ആ മിനിസ്ട്രിയിലുള്ള ആൾക്കാർ, പ്രധാനമന്ത്രി അടക്കം ഡിസ്കസ് ചെയ്തിട്ട് വിദ്യാഭ്യാസ മന്ത്രിനെ പുറത്താക്കുക എന്ന് പറയുന്നത് ആ പാർട്ടി അല്ലെങ്കിൽ ആ സംവിധാനം അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പിന്നെ ഈ സമരത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു തരത്തിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ NRC സമരത്തിന് ശേഷം ഒരു വിമുക്ത സ്ഥലമായിട്ട് ഡൽഹിയെ കൊണ്ടുപോകാനാണ് ഭരണകൂടം ശ്രമിച്ചത്. കാരണം പല രീതിയിൽ NRC സമരത്തിൽ പങ്കെടുത്ത ആളുകളോട് ഭരണകൂടം ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഗ്യാതറിംഗിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ മാത്രം UAPA പോലെയുള്ള കേസുകൾ ചാർത്തിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ ജയിലിൽ അടച്ചിട്ട് ഇന്നും ബെയിൽ കിട്ടാത്ത ആളുകൾ ഇന്നും ജയിലിൽ കിടക്കാൻ. അപ്പം അങ്ങനെയുള്ള ഭീതിപ്പെടുത്തി, അതായത് ഭയപ്പെടുത്തിയിട്ട് സമരത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഭരണകൂടം ശ്രമിച്ചത്. പക്ഷേ ആ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം തച്ചുടച്ച് ഒരു രീതിയിലുള്ള ഭയപ്പാടുമില്ലാതെ പോലീസിന്റെ അക്രമത്തിന് മുമ്പിൽ നെഞ്ചു വിരിച്ച് നിന്ന് പൊരുതുന്ന സമരം ചെയ്യുന്ന ജൻസി പിള്ളേരെയാണ് നമ്മൾ ഇന്ന് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ കാണുന്നത്. അത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം നമ്മളെ ഭരണകൂടം ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിൽ എടുത്ത് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഈ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച അത് മാത്രമല്ല പ്രശ്നം. അത് ഒരു ഹേതുവാണ് എങ്കിൽ പോലും അത് ഞാൻ 10-23 ലക്ഷം കുട്ടികൾ വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്ത ഒരു എക്സാമാണ്, അതിനെ വില കുറച്ച് കാണുകയല്ല. പക്ഷെ അതോടൊപ്പം ആ സിസ്റ്റം ഉണ്ടല്ലോ, ആ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി, അത് NEP പോലെയുള്ള പദ്ധതി. ആ NEP നമ്മളുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണ് യഥാർത്ഥത്തിൽ. കാരണം വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ കരട് രേഖയാണ് അവർ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അത് നടപ്പിലാക്കവേ നമ്മളുടെ ഇവിടെ നിലനിൽക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തെ തകർക്കുകയാണ്. അത് നടപ്പിലാക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ തയ്യാറാകാത്തത് കൊണ്ടാണ് PM ശ്രീ പോലെയുള്ള പദ്ധതിയുമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭരണകൂടം, കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടം യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധമാണ്. നമ്മളുടെ BR അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയ്ക്കെതിരാണ്, നമ്മളുടെ ഫെഡറൽ സിസ്റ്റത്തിനെതിരാണ്, സാഹോദര്യത്തിനെതിരാണ്. നിങ്ങൾ നോക്ക്, ആദ്യമായിട്ടല്ലല്ലോ അവർക്ക് സ്ഥിരം അറിയുന്ന ഒരു നെറേറ്റീവ് ആണല്ലോ ഇത്. ഇപ്പൊ ഷർജിൽ ഇമാം ജയിലിലാണ്, റജാസ് ജയിലിലാണ്, ഉമർ ഖാലിദ് ജയിലിലാണ്. ഇവർക്കൊന്നും ജാമ്യം പോലും കിട്ടിയിട്ടില്ല. ഇവരിതും പേര് പോലും ചിലപ്പം അറിയ പോലും ഉണ്ടാവില്ല ആൾക്കാർ. നടാഷ ജയിലിലായിരുന്നു. പിന്നെ അങ്ങനെ എന്തോരം ആൾക്കാർ. സ്റ്റേറ്റിനെതിരെ സംസാരിക്കുന്ന എല്ലാ ആൾക്കാരും തീവ്രവാദികളും രാജ്യവിരുദ്ധരും ഒക്കെ ആക്കുന്നത് വർഷങ്ങളായിട്ട് ഈ കേന്ദ്ര സർക്കാർ തുടർന്നു വരുന്നൊരു സാധനം തന്നെയാണല്ലോ. അതിൻ്റെ ഒരു പുതിയ രൂപം തന്നെ ഉള്ളൂ. അപ്പം ഒരുപക്ഷെ ഇത് പുതിയതാണെന്ന് പെട്ടെന്ന് ഈ ഒരു ഇതിലോട്ട് വന്ന ആൾക്കാർക്ക് തോന്നുമായിരിക്കും. പക്ഷെ അല്ലാത്ത ആൾക്കാരോട് ചോദിച്ചാൽ ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നുള്ള സാധനമുള്ളൂ. അപ്പൊ എൻ്റെ ഒരു കൺസേൺ സത്യം പറഞ്ഞാൽ ഇതൊരു തുടക്കമായിട്ട് അല്ലെങ്കിൽ ഒരു ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമായിട്ട് കണ്ടിട്ട് മുന്നേ നടന്നിട്ടുള്ള പല സമരങ്ങളിലും ആൾക്കാർ മറന്നുപോകും. അവിടെ നിന്ന് ഒരുപാട് പഠിക്കലുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. എവിടെയാണ് നമുക്കത് പിന്നെ മുന്നോട്ടെടുക്കാൻ കഴിയാതെ പോയത്, എന്തൊക്കെയായിരുന്നു സ്ട്രാറ്റജീസ്, എവിടെയാണ് തോറ്റുപോയത് എന്നൊക്കെ പഠിക്കാനുള്ള ഓൾറെഡി മോഡൽസ് ഉണ്ട്. അപ്പൊ ഇതിനൊരു ആദ്യത്തെ സമരം എന്നുള്ള രീതിയിൽ പോർട്രേ ചെയ്യപ്പെടുന്ന സമയത്ത് ആ മോഡൽസിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോകും. ഇപ്പോഴത്തെ ആൾക്കാർ വീണ്ടും ഈ എല്ലാ എനർജി ഉപയോഗിച്ചിട്ട് പുതിയ തുടങ്ങി തോറ്റ് അല്ലെങ്കിൽ ജയിച്ച് വരേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ നമുക്കുള്ള മോഡൽസും കൂടെ ആ ഒരു ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്യാൻ പറ്റുമോ? ഈ നിങ്ങൾ ഇപ്പൊ വാങ്ചുക്കിനെതിരെ പിന്നെ കേന്ദ്ര സർക്കാർ പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ പിന്നെ ആളുകൾ മറ്റ് ആക്ടിവിസ്റ്റുകളെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പഠിക്കേണ്ടത് ഈ സമരമുഖത്തുള്ള ആൾക്കാരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ നോക്കിയിട്ട് അല്ലെങ്കിൽ യുവസമൂഹത്തെ നോക്കിയിട്ട് ഭരണകൂടം പറയുന്നത് എന്താ? നിങ്ങൾ രാജ്യദ്രോഹികളാണ്, നിങ്ങൾ വിദേശ ഫണ്ട്, ചൈനയിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ടാണ് സമരം ചെയ്തത്. നമ്മൾ ഇവിടെ അവരെ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാണ് അവർ, അതിന് പരിഹാരം ചോദിക്കുകയാണ്. അവരെ നോക്കിയിട്ട് ഭരണകൂടം ചെയ്യാണ്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടെത്തി വേണ്ട നടപടി സ്വീകരിക്കുന്നതിന് പകരം ഭരണകൂടം ചെയ്യുന്നത് നമ്മളെ രാജ്യദ്രോഹികളാക്കാണ്. അപ്പൊ ഇങ്ങനെ, അതായത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളോട് യുവസമൂഹത്തോട് ഒരു രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് ഇല്ല. ഇത് ആക്ച്വലി ജസ്റ്റ് ഒരു നീറ്റിന്റെ പ്രതിഷേധം മാത്രമല്ല, ഇത് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ
കൂട്ടി വരുന്നൊരു സാധനമാണ്. അതായത് ഇൻഫ്ലേഷൻ ഭയങ്കര ഹൈ ആണ്. പിന്നെ നമ്മുടെ എത്തനോൾ ബ്ലെൻഡിങ്ങിൻ്റെ ഒരു കൂട്ടം പ്രൊട്ടസ്റ്റ് ആൾക്കാരുടെ മനസ്സിലുണ്ട്. പിന്നെ ഡോളർ, നമ്മുടെ റുപ്പീൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് ഇപ്പം പുറത്ത് രാജ്യത്ത് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ നല്ലോണം അറിയാം. പുറത്തുനിന്ന് ഇവിടെ ഏൺ ചെയ്യുന്നതും പുറത്തുനിന്ന് ഏൺ ചെയ്യുന്നതും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പോൾ ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മീഡിയകൾ അതങ്ങനെ കവർ ചെയ്യുന്നില്ല. അപ്പോൾ ആരുടെയും ഒരു ഉള്ളിലുള്ള ആ ഒരു പ്രൊട്ടസ്റ്റ് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ നീറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സ്കാം നടക്കുമ്പോൾ അവരുടെ സ്വർണ്ണകാലമായ മറ്റേ ഒരു 8th മുതലുള്ള പരിശീലനമാണല്ലോ, എന്നിട്ടൊരു ആ ഒരു സാക്രിഫൈസും പഠിക്കാൻ വേണ്ടിയിട്ട് അത്രയും സാക്രിഫൈസ് ഒക്കെ ചെയ്തിട്ട് ലാസ്റ്റിലാണ് അവരറിയുന്നത് അതിങ്ങനെ പുറത്ത് വന്നൊരു സ്കാം. ലാസ്റ്റിലാണ് അവരറിയുന്നത് ഇങ്ങനെ ഒരു ഒരു സ്കാമിൻ്റെ ഉള്ളിലാണ് എന്തിനാ ഇപ്പം ഇത്രയും എഫേർട്ട് ഇട്ടത്. അപ്പോൾ അവരുടെ എഫേർട്ട് ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു സമയമാണ് അവരുടെ ഈ ഒരു എഫേർട്ടിലായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് അറിയുമ്പോൾ അത്രയും വിഷമമുണ്ട്. അപ്പോൾ അതാണ് ഇവർ ഇത്രയും ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ട് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു രാജീനെ കൊണ്ട് ഒന്നും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിൻ്റെ സിസ്റ്റം തന്നെ ബ്രോക്കൺ ആണ്. ഇതിൻ്റെ ഒരു മെഡിക്കൽ മാഫിയ ഉണ്ട് ഇടയിൽ. മറ്റേ മെഡിക്കൽ മാനേജ്മെൻറ്റ് സീറ്റ്, മറ്റേ സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് സ്കാം നടത്താം, മറ്റേ ഇംപേഴ്സണേറ്റ് ചെയ്യാം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം ഒരു രാജീനെ കൊണ്ട് ഇത് ഒന്നും സിസ്റ്റം ശരിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് പലരും പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റെപ്പായിട്ടെങ്കിലും അവരത് കൺസിഡർ ചെയ്യണമെന്നാണ് പ്രൊട്ടസ്റ്റിലെ പോലെ തന്നെ എനിക്കും പറയാനുള്ളത്. കഴിഞ്ഞ 20 ദിവസമായി സമരം ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വിദ്യാർത്ഥികൾക്കുള്ളിൽ അതല്ലെങ്കിൽ രാജ്യത്തെ പൊതുസമൂഹത്തിൽ പല രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ചില ഭരണകൂടത്തോടുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ സമരം എന്നുള്ളതാണ്. കാരണം വിദ്യാർത്ഥികൾ ആദ്യമായി സമരം ചെയ്തു തുടങ്ങുന്ന സമയത്ത് ടുക്കഡെ ഗാങ്ങുകളെന്നും അതുപോലെ അതങ്കവാദികളെന്നും അഥവാ രാജ്യദ്രോഹികളെന്നും അതല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അവരെ അർബൻ നക്സലുകളെന്നും ഒക്കെ വിശേഷിപ്പിച്ചത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്നു. അതിനുശേഷം ഒരുപാട് കാര്യങ്ങളിൽ വീണ്ടും പല വിദ്യാർത്ഥി നേതാക്കളും രാജ്യത്തെ പല പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട പല വിദ്യാർത്ഥി നേതാക്കളും ജയിലിലാവുന്നതും അന്യായമായി തടങ്കലിൽ നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരുപാട് വർഷങ്ങളായി നീണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ചില പ്രശ്നങ്ങളാണ് അതിൻ്റെ ഒരു കൾമിനേഷൻ പോയിന്റിലേക്ക് എത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള സമരം തന്നെ നോക്കുന്ന സമയത്ത് വളരെ സ്പോണ്ടേനിയസ് ആയി ആളുകൾക്ക്, ഓരോ വിദ്യാർത്ഥിക്കും തോന്നുകയാണ് ഞങ്ങൾ നീതി ലംഘിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചേ മതിയാവും. ഇതെൻ്റെ ഒരു ജനാധിപത്യപരമായ ഒരു ഒബ്ലിഗേഷനാണ് ഇത്തരം ഒരു സമരത്തിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ള ബോധ്യത്തിൻ്റെ പുറത്താണ് ഓരോ വിദ്യാർത്ഥിയും ഈ സമരത്തിന് എത്തിച്ചേരുന്നത്. എനിക്ക് തോന്നുന്നത് വളരെ എളുപ്പത്തിൽ ഡിസ്മാൻഡിൽ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഗ്യാതറിങ്ങോ മൊബിലൈസേഷനോ അല്ല നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിദ്യാർത്ഥികളോട് മറുപടി പറയാതെ രാജ്യത്തെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഒരിക്കലും ഇതിൽ നിന്ന് ഒളിച്ചോടുക സാധ്യമല്ല എന്ന് തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് മുൻപ് സമരം പല രീതിയിലുള്ള സമരങ്ങൾ നടക്കുന്ന സമയത്ത് ചൈനീസ് ഫണ്ടിങ്ങിലാണ് അതല്ലെങ്കിൽ പാകിസ്ഥാൻ ഫണ്ടിങ്ങിലാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മളൊക്കെ പല സമയത്ത് ഉദ്ധരിക്കുന്ന ഒരു കോട്ടുണ്ട്. ഫസ്റ്റ് ദേ കെയിം ഫോർ കമ്മ്യൂണിസ്റ്റേഴ്സ്, ഐ വാസ് നോട്ട് എ കമ്മ്യൂണിസ്റ്റ്. ദെൻ ദേ കെയിം ഫോർ സോഷ്യലിസ്റ്റേഴ്സ്, ഐ വാസ് നോട്ട് വൺ ഓഫ് ദം. പക്ഷേ അവസാനം അവർ എൻ്റെ നേർക്ക് വന്ന സമയത്ത് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഒരു തിരിച്ചറിവിൽ എത്തിയിരിക്കുന്ന ജനവിഭാഗം അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് മുൻപ് പല രീതിയിലുള്ള അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തിയ ജനവിഭാഗങ്ങൾ അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ആയിരുന്നു പ്രതികരിച്ചത് എന്നുള്ള തിരിച്ചറിവിൻ്റെ കൂടി പുറത്താണ് ഈ ഒരു വിദ്യാർത്ഥി സമൂഹം വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റു പല NTA കാര്യത്തിലാണെങ്കിലും NTA സ്ക്രാപ്പ് ചെയ്യാതെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഒരിക്കലും ഈ സമരത്തിന് അന്ത്യം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അതിലപ്പുറം ആ ഒരു വിഷയം മാത്രമല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മറ്റു പല ജനവിഭാഗങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ വളരെ ജനാധിപത്യപരമായ ഒരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാതെ ഒരിക്കലും ഇതിന് അവസാനമാവുമെന്ന് കരുതുന്നില്ല. So this is the protest for the students who are suffering for the NEET scams, and this is not the first time that is happening. This happened in 2024, 2025 and now in 2026 also. And you know, these are many people who are suffering from this. People are taking lives for this, and they are the future of the country. Why is the government not doing anything to focus on them, to take care of their situation and their studies? And also, doctors doesn't mean they are just any profession. They are the one who save the lives of the country. So why not? And this is not just questioning a particular government which is ruling now.
Any government who is in this place, who is doing, which is playing with the students' life, should not be doing this. And today we, as the youth of India, are raising the question to why do not we have a secure future in India? Why not a secure education? വളരെ പീസ്ഫുള്ളായിട്ട് സ്റ്റുഡൻസ് CJP തുടങ്ങിയ ഒരു ഇനീഷ്യേറ്റീവ് ആണെങ്കിൽ പോലും അതിൽ പിന്നെ എഡ്യൂക്കേഷൻ റിഫോമിസ്റ്റ് ആയിട്ടുള്ള സോണം വാങ്ചുക്ക്, അതുപോലെ പല പ്രകാശ് രാജ, അങ്ങനെ പലരും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗത്തുള്ള സ്റ്റുഡൻസ് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ എത്തിയിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഒരു പീസ്ഫുള്ളായ പ്രൊട്ടസ്റ്റാണ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 20-ാം തീയതി വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് ഡൽഹി പോലീസും ഗവൺമെൻറ്റും ആ ഒരു പ്രൊട്ടസ്റ്റേഴ്സിനെ ട്രീറ്റ് ചെയ്യേണ്ട, അവരെ പ്രശ്നം, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്, അവരെ പ്രശ്നം എന്താണെന്ന് അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം വളരെ ബ്രൂട്ടലായിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് ഒരു തരത്തിലും ഒരു ഡെമോക്രസിയിൽ ഈ ചോദ്യം ചെയ്യുന്നതിന് അതിനെ കൺസ്ട്രക്റ്റീവായി നേരിടാന്നല്ലാണ്ട് അവരെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു വളരെ വയലൻ്റായ രീതിയിൽ ഈ ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റിനെ അവർ വേറൊരു രീതിയിൽ, ഇപ്പോൾ മെയിൻ സ്ട്രീം മീഡിയാസ് പോലും ഇത് കവർ ചെയ്യുന്നത് അവരുടെ നരേറ്റീവിനെ ഉതകുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ അവരിപ്പോൾ ഈ മെയിൻ സ്ട്രീം മീഡിയാസിന് മാത്രമുള്ള കുറേ ഓഡിയൻസ് ഉണ്ട്. മെയിൻലി മിഡിൽ ഏജ്, അതുപോലെ ഈ വയസ്സായിട്ടുള്ളവർ, ഇവരൊക്കെ ഈ മെയിൻ സ്ട്രീം മീഡിയാസ്, ഈ നാഷണൽ മീഡിയാസ് കാണുമ്പോൾ ഇവർ ഈ മീഡിയാസൊക്കെ ഇത് നരേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഈ പ്രൊട്ടസ്റ്റേഴ്സ് പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ വാഹനം അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിൽ ഈവൻ ഇന്നലെ ഞാൻ കണ്ടു ഒരു എഡിറ്റഡ് വീഡിയോ, അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, NDTVയിലാണെന്ന് തോന്നുന്നു, അത്രയും കണ്ടാൽ തന്നെ അറിയാം അത് ഒരു ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ആണെന്ന്. അങ്ങനെ അത്രയ്ക്കും രീതിയിലാണ് അവർ അത് തകർക്കാൻ ശ്രമിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് കാണാൻ യങ്സ്റ്റേഴ്സ്. ഇതൊരു വാട്സാപ്പ് ഗ്രൂപ്പ്, ജസ്റ്റ് കുറച്ച് ദിവസങ്ങൾ മുമ്പ് തുടങ്ങിയൊരു ഗ്രൂപ്പ്. എത്രയോ യങ്സ്റ്റേഴ്സ് പെട്ടെന്ന് തന്നെ 100 കണക്കിന് 2000 പേര് അതിൽ കയറി, അതിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ്, എല്ലാവരെയും ആ ഒരു ഫ്രസ്ട്രേഷൻ എവിഡൻ്റ് ആയിരുന്നു ഗ്രൂപ്പിൽ. ദാറ്റ് എവ്രി വൺ ഇസ് ആംഗ്രി അറ്റ് ദ സിസ്റ്റം, അറ്റ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം, ആൻഡ് ഓൾസോ അതിലേക്ക് എന്താണ് നമ്മുടെ ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിൽ നടക്കുന്ന ബ്രൂട്ടാലിറ്റി ഒക്കെ ഇറ്റ് ഈസ് എഫക്റ്റിംഗ് എവ്രി വൺ ഹിയർ. സോ ദേ വാണ്ടഡ് ടു ഡു സംതിങ്. ആൻഡ് യു കുഡ് സീ പല സിറ്റീസിൽ കാണുന്നുണ്ടല്ലോ, കൊച്ചിയിലും ബാംഗ്ലൂരിലൊക്കെ കാണുന്നുണ്ട്. ദേ വാണ്ടഡ് ടു ഡു സംതിങ് ഇൻ കോഴിക്കോട്. ആൻഡ് അവർ പോസ്റ്റേഴ്സ് ഉണ്ടാക്കുക, ബാനേഴ്സ് ഉണ്ടാക്കുക, സ്ലോഗൻസ് ഉണ്ടാക്കുക. ഇറ്റ് വാസ് ഗ്രേറ്റ് ടു സീ. ആൻഡ് ആ ഒരു ആങ്കർ വാസ്, ഇതിൽ തന്നെ നീറ്റ് പരീക്ഷ കൊടുത്ത് ഡയറക്ട്ലി എഫക്റ്റഡ് ആയിട്ടുള്ളവർ ഇതിലുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ദ സിസ്റ്റം ഹാസ് ബീൻ ഫെയിലിംഗ് ദ സ്റ്റുഡൻസ്, അല്ലെ നമ്മുടെ ഒരു കുട്ടികളെ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹാസ് ബീൻ ഫെയിലിംഗ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നെസറി ദാറ്റ് ആ ഒരു പ്രൊട്ടസ്റ്റ് ഇസ് നെസറി. ആൻഡ് ഗവൺമെന്റ് സീംസ് ടു ആ ഒരു ഡിസെന്റിനെ തമർത്തുക എന്നാണ് നമ്മൾ കാണുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്.